ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 96-ാം അധ്യായം സൂറത്തുൽ അലഖാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 14 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 15 മുതൽ 19 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാസിബത്തിൻ ഖാതിഅ ഫൽയദ്ഉ നാദിയ സനദ്ഉ الزبانിയ കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരത്തെ തടയാൻ ശ്രമിച്ച അബൂജഹലിൻ്റെ കാര്യങ്ങൾ. ശേഷം അള്ളാഹു പറയുന്നു, കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ. കല്ലാ എന്ന് പറഞ്ഞാൽ വേണ്ട, അല്ലെങ്കിൽ നിസ്സംശയം, കാര്യം അങ്ങനെയല്ല. ലഇൻ ലം യൻതഹി, ഇൻതഹ എന്ന് പറഞ്ഞാൽ വിരമിച്ചു എന്നാണ്. അതിൻ്റെ മുളാരി യൻതഹി എന്നാണ്. ഇൻതഹ എന്ന് പറഞ്ഞാൽ അത് മാളിയായ രൂപമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. യൻതഹി എന്ന് പറയുമ്പോൾ മുളാരി എന്ന് പറഞ്ഞാൽ വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ. വിരമിക്കും അല്ലെങ്കിൽ വിരമിക്കുന്നു. അതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ ലം യൻതഹി എന്നാവും. യൻതഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ശരിക്കൊരു യാ ഉണ്ട്. ലം അതിൻ്റെ മുമ്പിൽ ചേരുമ്പോൾ ലം യൻതഹി എന്നാവും. അത് നമുക്ക് ഗ്രാമർ സമയത്ത് പറയാം. അർത്ഥം വരിക വിരമിച്ചിട്ടില്ല എന്നാണ്. ലം യൻതഹി, വിരമിച്ചിട്ടില്ല. അതിൻ്റെ മുമ്പിൽ ഇൻ എന്ന് ചേരുമ്പോൾ ഇൻ ലം യൻതഹി, വിരമിച്ചിട്ടില്ല എങ്കിൽ. ഇൻ എന്ന് പറയുമ്പോൾ എങ്കിൽ. അതിൻ്റെ മുമ്പിൽ ഒരു ലാമുണ്ട്, തൗക്കീദിന് വേണ്ടിയിട്ടാണ്. അതായത് അതിൻ്റെ ഒരു ഗൗരവത്തിൽ പറയാൻ വേണ്ടിയിട്ട്, അങ്ങനെ തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ലഇൻ ലം യൻതഹി, നിശ്ചയമായും വിരമിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ വിരമിക്കുക തന്നെ ചെയ്തിട്ടില്ല എങ്കിൽ. ലനസ്ഫഅൻ, നാം പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. സഫഅ എന്ന് പറഞ്ഞാൽ പിടിച്ചു വലിച്ചു എന്നാണ്. അത് മാദിയായ രൂപമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. അതിൻ്റെ മുളാരി യസ്ഫഉ, തസ്ഫഉ, നസ്ഫഉ അങ്ങനെയൊക്കെ വരും. യസ്ഫഉ എന്നാണെങ്കിൽ അവൻ പിടിച്ചു വലിക്കും, അവൻ പിടിച്ചു വലിക്കുന്നു. നസ്ഫഉ ആകുമ്പോൾ നാം പിടിച്ചു വലിക്കും, നാം പിടിച്ചു വലിക്കുന്നു. ഇനി അതിൻ്റെ അവസാനത്തിൽ ഒരു തീർച്ചപ്പെടുത്താൻ വേണ്ടി, ഉറപ്പിക്കാൻ വേണ്ടി, തൗക്കീദിന് വേണ്ടി ഷദ്ദുള്ള നൂനോ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനോ അല്ലെങ്കിൽ തൻവീനുള്ള നൂനോ ചേർക്കാം. നസ്ഫഅന്ന എന്ന രൂപത്തിൽ പറയാം, അല്ലെങ്കിൽ നസ്ഫഅൻ എന്ന് പറയാം. ഈ നസ്ഫഅൻ എന്ന് പറയുമ്പോൾ അത് സുക്കൂനുള്ള നൂന് കൊണ്ടാണ് സാധാരണ കൊടുക്കുക. ഇനി ആ സുക്കൂനുള്ള നൂനിനെ മാറ്റി വേണമെങ്കിൽ തൻവീനുള്ള രൂപത്തിലും എഴുതാം, ഉച്ചാരണം വരെ രൂപത്തിലാണല്ലോ. അപ്പോൾ നസ്ഫഅൻ, നസ്ഫഅൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായും പിടിച്ചു വലിക്കും. അതിൻ്റെ തുടക്കത്തിലൊരു ലാമുണ്ട്, ല നസ്ഫഅൻ. ലാമ് തൗക്കീദിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ല നസ്ഫഅൻ, നാം പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. ബിൻ നാസിയ, കുടുമയിൽ. ബി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. നാസിയത്ത് കുടുമ, അല്ലെങ്കിൽ നമ്മുടെ ഈ നെറ്റിയുടെയൊക്കെ മുൻഭാഗം ഉണ്ടല്ലോ, തലയൊട്ടിയുടെയൊക്കെ ആ ഒരു മുൻഭാഗം, ഫ്രോണ്ടൽ ലോബ് എന്ന് പറയും ഇംഗ്ലീഷിൽ. നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗം, തലച്ചോറിൻ്റെ ഭാഗം. കുടുമ എന്നാണ് സാധാരണഗതിയിൽ അതിന് പറയാം. ചില ആളുകളൊക്കെ ഈ മുടി ഒന്നിച്ച് കൂട്ടി കെട്ടി വെക്കുന്ന, കുടുമയാക്കി വെക്കുന്ന ആ സ്ഥലം. അപ്പോൾ ബിൻ നാസിയ, കുടുമയിൽ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിൻ നാസിയ. നിസ്സംശയം അവൻ വിരമിച്ചിട്ടില്ല എങ്കിൽ അവൻ്റെ ആ കുടുമയിൽ നാം പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. അടുത്ത ആയത്ത് നാസിയത്തിൻ കാസിബത്തിൻ ഖാതിഅ. തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഒരു നാസിയത്തിനെ, കുടുമയെ ഒന്നുകൂടെ വിശേഷിപ്പിച്ച് പറയാണ്. നാസിയത്തിൻ അതായത് കുടുമ, കാസിബത്തിൻ, കസബ എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞു എന്നാണ്. കാസിബുൻ, കളവ് പറയുന്നവൻ. അത് സ്ത്രീലിംഗാക്കി പറയുമ്പോൾ കാസിബത്തുൻ, കളവ് പറയുന്നവൾ. ഇവിടെ ഈ നാസിയത്ത് സ്ത്രീലിംഗ രൂപം ആയതുകൊണ്ടാണ് കാസിബത്ത് എന്നുള്ള സ്ത്രീലിംഗ രൂപം ഉപയോഗിക്കുന്നത്, വിശേഷിപ്പിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കാസിബത്തിൻ, കളവ് പറയുന്നതായ. നാസിയത്തിൻ കാസിബത്തിൻ, കളവ് പറയുന്നതായ കുടുമ. ഖാത്തിഅത്തിൻ, ഒന്നുകൂടെ വിശേഷിപ്പിക്കുകയാണ്. ഖാത്തിഅത്ത്, ഖാത്തിഅത്ത് എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നതായ. ഖതഅ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തു, പാപം ചെയ്തു എന്നൊക്കെയാണ്. ഖാത്തിഉൻ, തെറ്റ് ചെയ്യുന്നവൻ, പാപം ചെയ്യുന്നവൻ. ഖാത്തിഅത്തുൻ, തെറ്റ് ചെയ്യുന്നവൾ, പാപം ചെയ്യുന്നവൾ, സ്ത്രീലിംഗാക്കിയതാണ്. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം നാസിയത്തിൻ കാസിബത്തിൻ ഖാത്തിഅ,
പാപം ചെയ്യുന്നതായ, കളവ് പറയുന്നതായ കുടുമ. അടുത്ത ആയത്ത് ഫൽ യദോ നാദിയ. ഫൽ യദോ, ദആ എന്ന് പറഞ്ഞാൽ വിളിച്ചു, ക്ഷണിച്ചു, പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അത് മാദിയ രൂപമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാല ക്രിയയാണ്. അതിൻ്റെ മുദാരിയ യദോ, തദോ, നദോ എന്നൊക്കെ പറയാം. യദോ എന്നാവുമ്പോൾ അവൻ വിളിക്കും, അവൻ വിളിക്കുന്നു. അതിൻ്റെ മുമ്പിൽ ലീ ചേർന്നാൽ ലി യദോ എന്നാവും. യദോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിലൊരു വാവുണ്ട്. പക്ഷേ ലീ ചേരുമ്പോൾ ലി യദോ എന്നാവും, അവസാനത്തെ ആ വാവ് പോവും. ഗ്രാമറുടെ സമയത്ത് പറയാം. ലി യദോ അർത്ഥം പറയുമ്പോൾ അവൻ വിളിക്കട്ടെ. യദോ എന്ന് പറഞ്ഞാൽ അവൻ വിളിക്കുന്നു എന്നാണ്. ലി യദോ അവൻ വിളിക്കട്ടെ. അതിൻ്റെ മുമ്പിൽ ഫ അല്ലെങ്കിൽ വ അങ്ങനെയൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ആ ലീ എന്നുള്ളത് എൽ എന്നായി മാറും. ഫ ചേരുകയാണെങ്കിൽ ഫ ലി യദോ എന്നുള്ളത് ഫൽ യദോ എന്നാണ് ആവുക. ഫ ലി യദോ എന്ന് പറയില്ല. അതേപോലെ വാവാണെങ്കിൽ വൽ യദോ എന്നാവും. അപ്പോൾ ലി യദോ എന്നുള്ളതിൻ്റെ മുമ്പിൽ ഫ ചേർന്നു. അപ്പോൾ ഫൽ യദോ, ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഫൽ യദോ എന്നാൽ അവൻ വിളിക്കട്ടെ, അപ്പോൾ അവൻ വിളിക്കട്ടെ. നാദിയഹു, നാദി എന്ന് പറഞ്ഞാൽ സഭ, ക്ലബ്ബ്, ആളുകൾ, അങ്ങനെയൊക്കെ അർത്ഥം. ഇവിടെ നമുക്ക് ആളുകൾ എന്നുള്ള അർത്ഥം കൊടുക്കാം. നാദിയഹു, ഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ, നാദിയഹു അവൻ്റെ ആളുകളെ. ഫൽ യദോ നാദിയഹു, അപ്പോൾ അവൻ അവൻ്റെ ആളുകളെ വിളിക്കട്ടെ. അടുത്ത ആയത്ത് സനദോ സബാനിയ. സനദോ, ദആ നമ്മൾ പറഞ്ഞു വിളിച്ചു എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ക്ഷണിച്ചു, പ്രാർത്ഥിച്ചു. അതിൻ്റെ മുദാരി യദോ, തദോ, നദോ എന്നൊക്കെ വരാം. ഇവിടെ നദോ നാം വിളിക്കും, നാം വിളിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കും, ഞങ്ങൾ വിളിക്കുന്നു. അള്ളാഹു ആയതുകൊണ്ട് നാം വിളിക്കും, അല്ലെങ്കിൽ നാം വിളിക്കുന്നു എന്നുള്ള അർത്ഥമാണ് കൊടുക്കുക. ഇവിടെ നദോ എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥങ്ങൾ വന്നില്ലേ? നാം വിളിക്കും എന്നും വരാം, നാം വിളിക്കുന്നു എന്നും വരാം. പക്ഷേ അതിന് മുമ്പിൽ സ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാവികാല അർത്ഥം മാത്രമേ പറയുള്ളൂ. സ നദോ, നാം വിളിക്കും, നാം വിളിക്കുന്നു എന്നുള്ള അർത്ഥം പിന്നെ പറയില്ല. ഇവിടെ നദോ എന്നുള്ള ആ ഒരു നീട്ടലിൻ്റെ വാവ് അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അത് അവിടെ ഇട്ടാൽ തന്നെയും അടുത്ത ആയത്തിലേക്ക് ചേർത്തി പാരായണം ചെയ്യുമ്പോൾ അതില്ലാതെയാണ് വരിക. കാരണം ശേഷം ഹംസത്ത് വസ്ൽ വരും. നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ സ നദോ നാം വിളിക്കും. അസ്സബാനിയ, സബാനിയത്ത് എന്നുള്ളത് സിബിനിയുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് എന്ന അഭിപ്രായമുണ്ട്. മറ്റൊരു അഭിപ്രായം സബാനിയത്ത് എന്നുള്ളതിന് ഏകവചനമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ഒരു പദമാണെന്നുള്ള അഭിപ്രായമുണ്ട്. സബാനിയ എന്ന് പറഞ്ഞാൽ കാവൽക്കാർ, അല്ലെങ്കിൽ നരകത്തിലെ മലക്കുകൾ, ശിക്ഷയുടെ മലക്കുകൾ, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ സനദോ സബാനിയ, ആ നരകത്തിൻ്റെ കാവൽക്കാരെ അല്ലെങ്കിൽ നരകത്തിൻ്റെ മലക്കുകളെ, ശിക്ഷയുടെ മലക്കുകളെ നാം വിളിക്കും. അടുത്തായത് കെല്ലാ ലാ തുത്യാഹു വസ്ജുദ് വഖ്തരിബ്. കെല്ല അങ്ങനെയല്ല, അല്ലെങ്കിൽ നിസ്സംശയം, അല്ലെങ്കിൽ വേണ്ട. ലാ തുത്യാഹു, അതാ എന്ന് പറഞ്ഞാൽ അനുസരിച്ചു എന്നാണ്. യുതീയോ അനുസരിക്കും, അനുസരിക്കുന്നു. തുതീയോ നീ അനുസരിക്കും, നീ അനുസരിക്കുന്നു. ഈ തുതീയോ എന്നുള്ളതിൻ്റെ മുമ്പിൽ ലാ ചേർത്തിട്ട് അതിനൊരു കൽപ്പനയാക്കാം. ലാ തുത്യ, നീ അനുസരിക്കരുത്. ഹു അവനെ, ലാ തുത്യാഹു താങ്കൾ അവനെ അനുസരിക്കരുത്. വസ്ജുദ്, സജദ എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്തു എന്നാണ്, സാഷ്ടാംഗം പ്രണമിച്ചു. അതിൻ്റെ കൽപ്പനക്രിയ ഉസ്ജുദ്, നീ സുജൂദ് ചെയ്യ്. വാവ് അത്തിഫിൻ്റെ വാവാണ് അതിൻ്റെ തുടക്കത്തിലുള്ളത്. അങ്ങനെയും ചെയ്യണം, അതും വേണം എന്നർത്ഥത്തിൽ. വസ്ജുദ് താങ്കൾ സുജൂദ് ചെയ്യുകയും ചെയ്യുക. വഖ്തരിബ്, ഇഖ്തറബ എന്ന് പറഞ്ഞാൽ സാമീപ്യം നേടി എന്നാണ്, അടുപ്പം നേടി. അതിൻ്റെ കൽപ്പനക്രിയ ഇഖ്തരിബ്, താങ്കൾ സാമീപ്യം നേടണം. അതും ഇവിടെ ഒരു വാവ് വെച്ചിട്ടാണ് പറഞ്ഞത്, അത്തിഫിൻ്റെ വാവാണ് ചേർക്കാൻ വേണ്ടിയിട്ട്. വഖ്തരിബ് താങ്കൾ സാമീപ്യം നേടുകയും ചെയ്യുക, താങ്കൾ അടുപ്പം നേടുകയും ചെയ്യുക. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം കെല്ലാ ലാ തുത്യാഹു വസ്ജുദ് വഖ്തരിബ്, വേണ്ട താങ്കൾ അദ്ദേഹത്തെ അനുസരിക്കരുത്, താങ്കൾ സുജൂദ് ചെയ്യുകയും സാമീപ്യം നേടുകയും ചെയ്യുക. ഇനി നമുക്ക് ഈ ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് പോകാം. ഇവിടെ ആദ്യം തന്നെ അള്ളാഹു പറയുന്നത് കെല്ലാ ലഇല്ലം യന്തഹി ലനസ്ഫഅൻ ബിൻ നാസിയ നാസിയത്തിൻ കാസിബത്തിൻ ഖാത്തിഅ, അവനെങ്ങാനും അതിൽ നിന്ന് വിരമിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ ആ കുടുമയിൽ നാം അവനെ പിടിച്ച് വലിക്കുമായിരുന്നു, കളവ് പറയുന്നതായ, തെറ്റ് ചെയ്യുന്നതായ ആ ഒരു കുടുമയിൽ. ഇവിടെ അബൂജഹലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അബൂജഹൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്ന സമയത്ത് അത് തടയാൻ വേണ്ടി ചെന്നല്ലോ. ആ ഒരു
കാര്യത്തിൽ നിന്ന് അബൂജഹലെങ്ങാനും വിരമിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, അവൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടയാൻ വേണ്ടി വീണ്ടും മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ, നാം അവൻ്റെ ആ കുടുമയിൽ പിടിച്ച് വലിക്കുക തന്നെ ചെയ്യുമായിരുന്നു. കുടുമ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയും. നമ്മുടെ നെറ്റിയുടെ മുകൾ ഭാഗത്തായിട്ട് തലച്ചോറിൻ്റെ ഒരു മുൻഭാഗത്തായിട്ട് വരുന്ന ഭാഗം, മുടിയൊക്കെ ചില ആളുകൾ കെട്ടിവെക്കുന്ന ഭാഗം. എന്താണ് ആ ഭാഗത്തിൻ്റെ പ്രത്യേകത? മനുഷ്യൻ്റെ ചിന്താശേഷി, ചിന്തിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് തലച്ചോറിൻ്റെ ഈ ഭാഗം കൊണ്ടാണെന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, അവൻ ചിന്തിക്കുന്ന ആ ഒരു ചിന്തയുടെ ഭാഗത്തെ നാം പിടിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അതിന് ചിന്തിക്കാനുള്ള കഴിവ് പോലും ഉണ്ടാവില്ല. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടയണമെന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവ് പോലും ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, ആ ഒരു ശിക്ഷയുടെ ഗൗരവം കൂടെ കാണിക്കുന്നുണ്ട്. അവൻ്റെ ആ കുടുമയെ നാം പിടിച്ചു വലിക്കും, അല്ലെങ്കിൽ അവൻ്റെ ആ ചിന്താശേഷിയെ, തലച്ചോറിൻ്റെ ആ പ്രധാനപ്പെട്ട ഭാഗത്തെ നാം പിടിച്ചു വലിക്കും. പിന്നെ അവൻ അങ്ങനെയുള്ളൊരു ചിന്ത പോലും വരില്ല എന്ന രൂപത്തിൽ വലിയ ഒരു ശിക്ഷയുടെ വാക്കുകൂടിയാണത്. ലനസ്ഫഅം ബിൻ നാസിയ, ആ ഒരു കുടുമയിൽ നാം പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. നാസിയത്തിൻ കാസിബത്തിൻ ഖാത്തിഅ, കളവ് പറയുന്ന, അതേപോലെ പാപം ചെയ്യുന്ന ആ കുടുമ. ആ ഒരു ചിന്ത ഉപയോഗിച്ചിട്ടാണ് അവൻ കളവ് പറയുന്നത്. അവൻ പാപം ചെയ്യുന്നതൊക്കെ ആ ഒരു ഫ്രോണ്ടൽ ലോബ് ഉപയോഗിച്ചിട്ടാണ്, തലച്ചോറിൻ്റെ ഭാഗം ഉപയോഗിച്ചിട്ടാണ്. അതിനെ നാം പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. നോക്കൂ നിങ്ങൾ, മനുഷ്യൻ്റെ ചിന്താശേഷി തലച്ചോറിൻ്റെ ആ ഭാഗത്തല്ലായിരുന്നുവെങ്കിൽ, ശാസ്ത്രം അങ്ങനെ അല്ലാതെ കണ്ടുപിടിച്ചിരുന്നുവെങ്കിൽ, ഈ ഒരു ആയത്തിന് എത്ര വിമർശനങ്ങൾ വരുമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ആയത്തിന് യാതൊരു വിമർശനവും വരാത്തത്? അത് ശാസ്ത്രം ആ രൂപത്തിൽ തെളിയിച്ചു. അപ്പോൾ ആർക്കൊന്നും പറയാനില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫൽ യദഉ നാദിയ സനദു സബാനിയ, അവൻ അവൻ്റെ ആളുകളെ വിളിക്കട്ടെ, നാം നമ്മുടെ ആളുകളെയും വിളിക്കും. അവൻ അവൻ്റെ ആളുകളെ വിളിക്കട്ടെ, നാം നമ്മുടെ കാവൽക്കാരെ, നമ്മുടെ ശിക്ഷയുടെ മലക്കുകളെ, നമ്മുടെ നരകത്തിൻ്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകളെ നാമും വിളിക്കും, അല്ലെങ്കിൽ നരകത്തിൻ്റെ മലക്കുകളെ നാമും വിളിക്കും. ഇവിടെ അള്ളാഹു ആ അബൂജഹലിന് കൃത്യമായൊരു മറുപടി കൊടുക്കുകയാണ്. അബൂജഹൽ പറയുമായിരുന്നു, ഈ താഴ്വരയിൽ എൻ്റെ സംരക്ഷകരാണ് ഏറ്റവും കൂടുതലുള്ളത്, അതുകൊണ്ട് എന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാഹു പറയാണ്, അവൻ അവൻ്റെ ആളുകളെ വിളിക്കട്ടെ, അവൻ്റെ സംരക്ഷകരെ അവൻ വിളിക്കട്ടെ. എന്താണ് സംഭവിക്കുക എന്ന് കാണാലോ. നാം നമ്മുടെ നരകത്തിലെ മലക്കുകളെയും വിളിക്കും. എന്താണ് സംഭവിക്കുക എന്ന് കാണാലോ. അതായത് അവൻ ആരെ വിളിച്ചിട്ടും യാതൊരു കാര്യമില്ല എന്നർത്ഥം. കെല്ലാ തുത്യാഹു വസ്തുദ് വഖ്തരിബ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 3 കൽപ്പനകളാണ്. 1 അരുത് എന്നും 2 താങ്കൾ ചെയ്യണമെന്നും. താങ്കൾ അവനെ അനുസരിക്കരുത്, അതാണ് അരുത് എന്നുള്ള കൽപ്പന, അങ്ങനെ ചെയ്യരുത്. മറ്റ് 2 താങ്കൾ സുജൂദ് ചെയ്യണം, അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള അടുപ്പം നേടണം, സാമീപ്യം നേടണം. ഈ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ സാമീപ്യം നേടണം എന്നും കൂടെ പറഞ്ഞു. കാരണം സുജൂദിലൂടെ നമുക്ക് പടച്ചവനോട് വല്ലാത്തൊരു അടുപ്പം വരികയാണ്, അല്ലേ? ശരിക്കും നമ്മൾ സുജൂദിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു മനുഷ്യൻ ഏറ്റവും ചുരുങ്ങുന്നത്, ചെറുതാവുന്നത് സുജൂദിൻ്റെ സമയത്താണ്. 5 അടിയോ 6 അടിയോ 7 അടിയൊക്കെ ഉയരമുള്ളൊരു മനുഷ്യൻ ഒരു 1.5 അടിയോളം അങ്ങ് ചെറുതാവില്ലേ? ശരീരം മാത്രമല്ല, മനസ്സും ചെറുതാവും. ഒരാളുടെ മുമ്പിലൊക്കെ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ മനസ്സ് എത്രത്തോളം ലളിതമാവണം, എത്രത്തോളം ചെറുതാവണം. അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സുജൂദ് ചെയ്യുക എന്ന് പറയുമ്പോൾ ശരീരം മാത്രമല്ല, മനസ്സും. അപ്പോൾ മനസ്സും ശരീരവും ഒരുമിച്ച് ചുരുങ്ങുന്ന, ഒരുമിച്ച് ചെറുതാവുന്നൊരവസ്ഥയാണ്. അത്രത്തോളം അള്ളാഹുവിനോട് അങ്ങ് അടുക്കുകയാണ്. സുജൂദിൽ നമ്മൾ അള്ളാഹുവിനോട് വല്ലാതെ അടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സുജൂദിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് കേൾക്കുമെന്നൊക്കെ പറയാൻ കാരണം. സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഈ സുജൂദിൻ്റെ ഒരു പ്രത്യേകത, 7 അവയവങ്ങൾ തറയിൽ വെച്ചിട്ടാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്. 2 കാലിൻ്റെ തള്ളവിരലുകൾ, 2 കാൽമുട്ടുകൾ, 2 കൈപ്പത്തികൾ. ഈ കൈപ്പത്തികളാണ് തറയിൽ വെക്കുക കേട്ടോ, കൈയിൻ്റെ മുട്ടുകൾ തറയിൽ തട്ടാൻ പാടില്ല. പിന്നെ നെറ്റിയും മൂക്കും കൂടെ ചേർത്ത് ഒന്നായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. അപ്പോൾ 7 അവയവങ്ങളായി. ഈ 7 അവയവങ്ങൾ തറയിൽ വെച്ചിട്ടാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒരു സൃഷ്ടിയുടെ മുമ്പിലും സുജൂദ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ആയത്തുകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഒരിക്കലും അബൂജഹലിനെ താങ്കൾ അനുസരിക്കരുത്, മറിച്ച് താങ്കൾ സുജൂദ് ചെയ്യണം, അതായത് നിസ്കരിക്കണം. അതേപോലെ തന്നെ
അള്ളാഹുവിൻ്റെ ആ ഒരു അടുപ്പം നേടുകയും വേണം, സാമീപ്യം നേടുകയും വേണം. നോക്കൂ നിങ്ങൾ, എത്ര വ്യക്തമായ നിലപാടാണ്. ഒരാൾക്കും ശല്യം ചെയ്യാനല്ല, ഒരാളോടും എതിരിടാനല്ല. താങ്കൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അടിയുറച്ച് നിൽക്കുക. വേറൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല, മറ്റൊരാളോട് എതിർക്കാനൊന്നുമല്ല. താങ്കൾ അള്ളാഹുവിനോട് അടുപ്പം നേടണം. അള്ളാഹുവിൻ്റെ അടുപ്പാണ് വേണ്ടത്, മറ്റൊരാളുടെ അടുപ്പം അല്ല വേണ്ടത്. ഇനി ഇവിടെ ഈ ഒരു ആയത്ത് പാരായണം ചെയ്തതിന് ശേഷം തിലാവത്തിൻ്റെ സുജൂദ്, പാരായണത്തിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. സുന്നത്ത് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും സുന്നത്തുകളെ മറ്റൊരു ദൃഷ്ടിയോടുകൂടി കാണരുത്. അതായത് സുന്നത്തല്ലേ, അതെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, സുന്നത്തല്ലേ, അങ്ങനെയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബിമാരൊക്കെ അതൊരു സുന്നത്തല്ലേ, അതിൻ്റെ കൂലി നമുക്ക് കിട്ടൂലേ, വെറുതെ എന്തിനാ കളയുന്നത് എന്നുള്ള ചിന്തയായിരുന്നു. ഇപ്പോൾ പലപ്പോഴും അതൊരു സുന്നത്തല്ലേ, എന്തിനാണ് നമ്മളത് എടുക്കുന്നത് എന്നുള്ള ചിന്തയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. ഏതായാലും വളരെ നല്ല ഒരു സുന്നത്താണ്, നമ്മളത് എടുക്കുകയാണ് വേണ്ടത്. ഈ പാരായണത്തിൻ്റെ സുജൂദ് എന്ന് പറയുന്നത്, തിലാവത്തിൻ്റെ സുജൂദ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ 15 സ്ഥലങ്ങളിലാണ് ഉള്ളത്. 14 സ്ഥലങ്ങളിൽ എന്ന അഭിപ്രായമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്ത് അത് തിലാവത്തിൻ്റെ സുജൂദ് തന്നെയാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ അത് ശുക്രിൻ്റെ സുജൂദിൻ്റെ ഭാഗമാണ്, അവിടെ തിലാവത്തിൻ്റെ സുജൂദല്ല എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പ്രബലമായ അഭിപ്രായമല്ല. പ്രബലമായ അഭിപ്രായ പ്രകാരം 15 സ്ഥലങ്ങളിൽ തന്നെയാണ് തിലാവത്തിൻ്റെ സുജൂദുകൾ ഉള്ളത്. അവ സൂറത്തു അറാഫിലെ 206-ാമത്തെ ആയത്ത്, സൂറത്തു റഅദിലെ 15-ാമത്തെ ആയത്ത്, സൂറത്തു നഹ്ലിലെ 50-ാമത്തെ ആയത്ത്, സൂറത്തു ഇസ്രായിലെ 109-ാമത്തെ ആയത്ത്, സൂറത്തു മറിയമിലെ 58-ാമത്തെ ആയത്ത്, സൂറത്തു ഹജ്ജ് 18-ാമത്തെ ആയത്ത്, സൂറത്തു ഹജ്ജിൽ തന്നെ 77-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഫുർഖാൻ 60-ാമത്തെ ആയത്ത്, സൂറത്തു നംല് 26-ാമത്തെ ആയത്ത്, സൂറത്തു സജദ 15-ാമത്തെ ആയത്ത്, സൂറത്തു സ്വാദ് 24-ാമത്തെ ആയത്ത്, സൂറത്തു ഫുസ്സിലത്ത് 38-ാമത്തെ ആയത്ത്, സൂറത്തുൽ നജ്മ് 62-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഇൻഷിഖാഖ് 21-ാമത്തെ ആയത്ത്, പിന്നെ സൂറത്തുൽ അലക്കിലെ 19-ാമത്തെ ആയത്ത്. ഈ ആയത്തുകളുള്ള സ്ഥലങ്ങളിലാണ് തിലാവത്തിൻ്റെ സുജൂദ് വരുന്നത്, പാരായണത്തിൻ്റെ സുജൂദ് വരുന്നത്. ഈ പാരായണത്തിൻ്റെ സുജൂദ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് നിസ്കാരത്തിലും ഇത്തരം സുജൂദിൻ്റെ അവസരം വരും. നിസ്കാരമല്ലാത്ത സമയത്ത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തും ഇത്തരം രംഗങ്ങൾ വരും. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നിസ്കാരത്തിലാണ് ഈ തിലാവത്തിൻ്റെ സുജൂദ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ ഒരു ആയത്ത് പാരായണം ചെയ്തതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോവാം. ആ ആയത്ത് പാരായണം ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ സുജൂദ് ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം വരുന്നത്, സുജൂദിൻ്റെ ആ അടയാളം വരുന്നത് ഒരു ആയത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒരു ആയത്തിൻ്റെ നടുഭാഗത്തൊക്കെ ആയിരിക്കും. അപ്പോൾ നേരെ അവിടെ തന്നെ അങ്ങ് സുജൂദിലേക്ക് പോവല്ല ചെയ്യേണ്ടത്, ആ ആയത്തങ്ങ് പൂർത്തിയാക്കുക. ആ ആയത്ത് പൂർത്തിയാക്കിയതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സുജൂദിലേക്ക് പോവാം. ഒറ്റ സുജൂദേ ഉള്ളൂ, 2 സുജൂദില്ല. അങ്ങനെ ആ ഒരു സുജൂദ് ചെയ്തതിന് ശേഷം വീണ്ടും ആ സുജൂദിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മേലേക്ക് തന്നെ വരിക. എന്നിട്ട് ആ ബാക്കി ഓതുക, നമ്മൾ ആ ഓതി വെച്ചതിൻ്റെ ബാക്കി ഭാഗം ഓതുക. പിന്നെ സാധാരണത്തെ പോലെ നിസ്കരിക്കുക, റുക്കുവും ഒക്കെ ആയിട്ട് പിന്നെ നിസ്കരിക്കുക. ഇനി നിസ്കാരത്തിൽ തന്നെ മറ്റ് ചില സന്ദർഭങ്ങൾ വരും. ഇപ്പോൾ ഈ ഒരു നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ ഒരു സൂറത്തിലുള്ളതുപോലെ ഒരു സൂറത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്തിലാണ് ഈ സുജൂദ് തിലാവ വരുന്നതായിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യുക? അതാണെങ്കിൽ 3 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഈ ഒരു ആയത്ത് മുഴുവനാക്കിയതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോകുന്നു. പിന്നീട് ആ സുജൂദ് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് മേലേക്ക് തന്നെ വരുന്നു. മേലേക്ക് വന്നതിന് ശേഷം പിന്നെ ഒന്നും പാരായണം ചെയ്യുന്നില്ല, കാരണം സൂറത്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ അവിടെ നേരെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ആ തക്ബീർ കെട്ടി അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ആ തക്ബീർ കെട്ടിയതിനെ ഉടനെ തന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുവിലേക്ക് പോകുന്നു. അവിടെ വേറൊന്നും പുതിയതായിട്ട് പാരായണം ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ നിസ്കാരം തുടരുന്നു. അതാണ് ഒരു രീതി. രണ്ടാമത്തൊരു രീതി, ആ ഒരു സുജൂദ് തിലാവ കഴിഞ്ഞ് മേലേക്ക് എഴുന്നേറ്റ് വന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് മേലേക്ക് എഴുന്നേറ്റ് വന്ന് അവിടെ നിന്നതിന് ശേഷം ഒരല്പം പാരായണം ചെയ്യുക. അത് ഈ സൂറത്ത് ഏതായാലും കഴിഞ്ഞു. അപ്പോൾ ഒന്നുകിൽ തൊട്ടടുത്ത സൂറത്ത്, ആ സൂറത്തോ ആ സൂറത്തിലെ ഏതാനും ആയത്തുകളോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂറത്ത് ഒരല്പം പാരായണം ചെയ്യുക. എന്നിട്ട് റുക്കുവിലേക്ക് പോവുക. അപ്പോൾ എഴുന്നേറ്റ് വന്നതിന് ശേഷം വീണ്ടും പാരായണം ചെയ്യുന്നു എന്നൊരു കാര്യം അവിടെ വരുന്നുണ്ട്. ഇനി മൂന്നാമതൊരു അഭിപ്രായം, ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ, അതായത് ഒരു സൂറത്തിൻ്റെ അവസാനമാണ് സുജൂദ് തിലാവ എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സുജൂദിലേക്ക് പോകാതെ നേരെ സാധാരണ നിസ്കരിക്കുന്ന പോലെ നേരെ റുക്കുവിലേക്ക് പോവുക. ആ റുക്കുവിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ ഉണ്ടാവുക, ഇവിടെ ഒരു സുജൂദ് ചെയ്യേണ്ട രംഗമാണല്ലോ, ആ ഒരു സുജൂദും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താനുള്ള ഒരു നിയ്യത്ത്. അതായത് നമ്മൾ ഈ ചെയ്യുന്ന റുക്കൂ
ശരിക്ക് സുജൂദ് എന്ന് പറയുമ്പോൾ അത് വേറെ രൂപത്തിലാണ് എങ്കിലും നമ്മൾ ഈ തല കുനിക്കുന്നത് ആ ഒരു സുജൂദിനും കൂടെ വേണ്ടിയാണ് എന്നൊരു നിയത്ത് മനസ്സിലുണ്ടാവുക. ഇങ്ങനെ 3 അഭിപ്രായങ്ങൾ. ഇതിൽ ഈ അവസാനം പറഞ്ഞ അഭിപ്രായം അത്ര പ്രബലമല്ല. ഏറ്റവും പ്രബലമായത് ഞാൻ രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ്. അതായത് സുജൂദ് കഴിഞ്ഞ് നേരെ എഴുന്നേറ്റ് വന്നതിന് ശേഷം ഒരല്പം പാരായണം ചെയ്യുക. അത് തൊട്ടടുത്ത സൂറത്തുനിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂറത്തുനിന്നോ, ഒരു സൂറത്ത് മുഴുവനായിട്ടോ അല്ലെങ്കിൽ കുറച്ചോ, അങ്ങനെ ആ തരത്തിൽ പാരായണം ചെയ്തതിന് ശേഷം റുക്കൂലേക്ക് പോവുക. അതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഇനി സുജൂദ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ഇമാമ് ആ ഒരു സമയത്ത് സുജൂദ് ചെയ്യൂല. അതൊരു സുന്നത്തല്ലേ എന്നുള്ള രൂപത്തിൽ ചിലപ്പോൾ ചില ഇമാമുമാർ ആ സമയത്ത് സുജൂദ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടെ നിസ്കരിക്കുന്ന മറ്റുള്ള ആളുകളാരും സുജൂദ് ചെയ്യാൻ പാടില്ല. ഇമാമ് ചെയ്താലേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇമാമ് ചെയ്താൽ പിന്നെ ബാക്കി എല്ലാവരും ചെയ്യൽ നിർബന്ധമാണ്. ഇമാമ് ചെയ്താൽ പിന്നെ നമ്മൾ ചെയ്യാതിരിക്കാൻ പാടില്ല, നമ്മൾ എന്തായാലും ചെയ്യണം. ഇനി മറ്റൊരു കാര്യം, ചില സന്ദർഭങ്ങളിൽ ഈ ഇമാമ് അവിടെ സുജൂദിലേക്കാണ് പോയത് എന്ന് പിന്നിലുള്ള ആളുകൾ അറിയാത്തൊരവസ്ഥ വരും. പ്രത്യേകിച്ച് ഇപ്പോൾ പള്ളികളിലൊക്കെ നിസ്കരിക്കുമ്പോൾ മുകൾ ഭാഗത്ത് ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലൊക്കെ ആളുകൾ നിസ്കരിക്കുകയാണെങ്കിൽ, മുമ്പൊക്കെ ഈ ഇമാമിനെ ശരിക്കും കാണാൻ വേണ്ടി അവിടെ മുകൾ ഭാഗത്തൊക്കെ ഒരു ഹോളൊക്കെ ഇട്ടിരുന്നു. പക്ഷേ എന്നാലും ചിലപ്പോൾ അത് കാണാനൊക്കെ പ്രയാസമുള്ള അവസരമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇമാമ് സുജൂദിലേക്കാണ് പോയത് എന്ന് കൂടെ നിസ്കരിക്കുന്ന ആളുകൾ അറിയാത്തൊരവസ്ഥ വരും. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഇമാമ് നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷേ കൂടെയുള്ള ആളുകൾ ഇത് റുക്കുവാണെന്ന് തെറ്റിദ്ധരിച്ച് റുക്കുവിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. പിന്നെ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുക കൂടെയുള്ള ആളുകൾ. പക്ഷേ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴാണ് ഇമാമ് പോയത് സുജൂദിലേക്കായിരുന്നു എന്ന് അപ്പോൾ മനസ്സിലാവുക. അപ്പോൾ എന്താണ് കൂടെയുള്ളവർ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട, നേരെ ഇമാമിൻ്റെ കൂടെ നിസ്കാരം തുടർന്നാൽ മതി. അവർക്ക് ആ സുജൂദ് കിട്ടിയില്ല എന്നേ ഉള്ളൂ. അവർ വേറെ ആ സുജൂദ് എടുത്ത് വിട്ടൊന്നും വേണ്ട. അവർ റുക്കുവിലേക്ക് പോയി, പക്ഷേ പിന്നെയാണ് മനസ്സിലായത് അത് സുജൂദായിരുന്നു എന്നുള്ളത്. അപ്പോൾ നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇമാമ് മേലേക്ക് വരുന്ന സമയത്ത് അവർ നേരെ അക്ബർ കെട്ടിയിട്ട് പിന്നെ നിസ്കാരം ഇമാമിൻ്റെ കൂടെ തുടർന്നാൽ മതി. അല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി നിസ്കാരത്തിലല്ലാത്ത സന്ദർഭങ്ങളിൽ ഈ സുജൂദ് തിലാവ വന്നാൽ എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും പ്രബലമായ അഭിപ്രായ പ്രകാരം ഒരു സുജൂദാണ് ചെയ്യേണ്ടത്. ആ സുജൂദിലേക്ക് പോകുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജൂദിലേക്ക് പോകേണ്ടത്. പിന്നീട് ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് മേലേക്ക് വരുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടതില്ല. നിസ്കാരത്തിലല്ലാത്ത സന്ദർഭങ്ങളിലാണ് പറയുന്നത്. നിസ്കാരത്തിലല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ സുജൂദിലേക്ക് പോകുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറയണം. എന്നാൽ മേലേക്ക് ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടതില്ല, സലാം വീട്ടേണ്ടതുമില്ല. ഇതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഇനി ഈ സുജൂദ് ചെയ്യുന്നത് കിബിലക്ക് അഭിമുഖമായിട്ടായിരിക്കണോ, അതേപോലെ ഉളു ഉണ്ടായിരിക്കണോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും നല്ലത് കിബിലക്ക് അഭിമുഖമായിരിക്കുക, ഉളു ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ അല്ലാത്ത രൂപത്തിൽ ചെയ്താലും അത് തെറ്റല്ല എന്നുള്ള അഭിപ്രായം പണ്ഡിതന്മാർക്ക് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിബിലയുടെ ഭാഗത്തേക്കല്ലാതെ സുജൂദ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതും ഉളുവോടുകൂടി അല്ലാതെ സുജൂദ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള ആ ഒരു റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് കിബിലയുടെ ഭാഗത്തേക്കായിരിക്കുക, ഉളുവോടുകൂടി ആയിരിക്കുക, ഔറത്ത് മറഞ്ഞിരിക്കുക എന്നുള്ളതൊക്കെയാണ് നല്ലത് എന്ന് അഭിപ്രായപ്പെടാനുള്ള കാരണം. അതേപോലെ സ്ത്രീകളൊക്കെ ഈ ഒരു സുജൂദ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ഓതുമായിരിക്കും. ആ സമയത്ത് ഹിജാബൊന്നും പൂർണ്ണമായ രൂപത്തിൽ ഉണ്ടാവണമെന്നില്ല. ഫുൾ കയ്യോ അല്ലെങ്കിൽ തലയിൽ തട്ടൊന്നും പൂർണ്ണമായ രൂപത്തിൽ ഉണ്ടാവണമെന്നില്ലല്ലോ വീട്ടിലൊക്കെ ആകുമ്പോൾ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ പൂർണ്ണമായ ഹിജാബോടുകൂടി തന്നെ സുജൂദ് ചെയ്യണോ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. ഇതിലും പണ്ഡിതന്മാരുടെ അഭിപ്രായം അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, പൂർണ്ണമായ ഹിജാബോട് കൂടി. ഇനി അങ്ങനെ അല്ലാതെ ചെയ്താലും അതിൽ തെറ്റില്ല എന്നുള്ളതാണ് പണ്ഡിത അഭിപ്രായം. പക്ഷേ എങ്കിലും ആ ഒരു രൂപത്തിൽ യഥാർത്ഥ ഹിജാബോട് കൂടി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മളിങ്ങനെ മറ്റൊരാൾ ഖുർആൻ പാരായണം കേട്ടിരിക്കുന്ന സമയത്ത് ഈ സുജൂദ് തിലാവയുടെ ഭാഗം വന്നപ്പോൾ ആ പാരായണം ചെയ്യുന്ന ആൾ സുജൂദ് ചെയ്തു എന്ന് വിചാരിക്കുക, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കും സുജൂദ് ചെയ്യാം. അദ്ദേഹം സുജൂദ് ചെയ്യുകയാണെങ്കിൽ, ആ പാരായണം ചെയ്യുന്ന ആൾ സുജൂദ് ചെയ്യുകയാണെങ്കിൽ നമുക്കും സുജൂദ് ചെയ്യാം. ഈ പാരായണം ചെയ്യുന്ന ആൾ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ നമുക്കും സുജൂദ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അങ്ങനെ അല്ലാത്ത അഭിപ്രായം ഉണ്ട്. എന്നാൽ നമ്മൾ കേൾക്കുന്നത് റേഡിയോയിൽ നിന്നോ മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ ടി വിയിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ഒക്കെ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം അതൊരു വ്യക്തി പാരായണം ചെയ്യല്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ സുജൂദ് ചെയ്യേണ്ടതില്ല.
ഇപ്പോൾ മൊബൈൽ, കമ്പ്യൂട്ടർ, ടി വി പോലെയുള്ള നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ സുജൂദ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അത് നോക്കി ഓതുന്ന സമയത്ത്, നമ്മൾ മൊബൈലിൽ നോക്കി ഓതുകയാണെങ്കിലും കമ്പ്യൂട്ടർ നോക്കി ഓതുകയാണെങ്കിലൊക്കെ ആ രംഗം വരുന്ന സമയത്ത്, ആ ഒരു സുജൂദ് തിലാവ വരുന്ന സമയത്ത് നമുക്ക് സുജൂദ് ചെയ്യാം. അപ്പോൾ മൊബൈൽ, കമ്പ്യൂട്ടർ പോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റുള്ള ഉപകരണങ്ങളൊക്കെ അതിൽ നിന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ, ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ നമ്മൾ സുജൂദ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അതേപോലെ നമ്മൾ കയ്യിൽ മുസഹഫോട് കൂടി പാരായണം ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ മനഃപ്പാടമുള്ളത് പാരായണം ചെയ്യുകയാണെങ്കിലൊക്കെ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് സുജൂദ് ചെയ്യാം. ഇനി ഈ സുജൂദിൽ എന്താണ് ചൊല്ലേണ്ടത്? സാധാരണഗതിയിൽ നമ്മൾ സുജൂദിൽ ചൊല്ലുന്ന ഏത് പ്രാർത്ഥനയും ചൊല്ലാം. എന്നാൽ പ്രത്യേകമായി ഈ സുജൂദിൽ ചൊല്ലാൻ വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയും ചൊല്ലാം. അതായത് സജദ വജിഹിയ ലില്ലദി ഖലഖഹു വ സവ്വറഹു വ ഷഖ്ക സംഹഹു വ ബസറഹു ബിഹൗലിഹി വ ഖുവ്വത്തിഹി. എൻ്റെ മുഖത്തെ സൃഷ്ടിക്കുകയും കാഴ്ചയും കേൾവിയും അതിൽ സംവിധാനിക്കുകയും ചെയ്തത് ഏതൊരുവൻ്റെ ശക്തിയും കഴിവും കൊണ്ടാണോ അവന് ഞാൻ എൻ്റെ മുഖം സാഷ്ടാംഗം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അവന് ഞാൻ സുജൂദ് ചെയ്തിരിക്കുന്നു എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. കെല്ലാ ലെ ഇല്ലം, അവിടെ സുക്കൂനിലെ നൂനിന് ശേഷം ലാമ് വന്നു. അങ്ങനെയാകുമ്പോൾ ആ സുക്കൂനിലെ നൂനിനെ ലാമിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കണം, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഹുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഹുന്ന എന്നാണ് നിയമത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ നമ്മൾ ലെ ഇൻ എന്ന് പറയരുത്, ലെ ഇ എന്ന് പറഞ്ഞിട്ട് ശബ്ദമുള്ള ലാമ് പറയുന്ന പോലെ ലെ ഇല്ലം, ലെ ഇല്ലം. യന്തഹി, താഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, അതിനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ യന്തഹി ലെ നസ്ഫഅൻ. നസ്ഫഅൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, അതിനുശേഷം ബ ആണ്. ബാഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം. ഇഖ്ലാബ് എന്ന് പറയും. അതിനെ സൂചിപ്പിക്കാൻ അവിടെ ഒരു വാല് താഴേക്കുള്ളൊരു മീം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ലെ നസ്ഫഅൻ എന്ന് എഴുതുമ്പോഴുള്ള തൻവീനിലെ ഒരു വരട്ടുണ്ടാവും, മറ്റേ വരക്ക് പകരം ഒരു മീമായിരിക്കും കാണിക്കുക. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം അവിടെ നൂനിൻ്റെ ശബ്ദമല്ല, മീമിൻ്റെ ശബ്ദമാണ് വരേണ്ടത്. അപ്പോൾ എങ്ങനെ പറയാം? ലെ നസ്ഫഅം ബി, ലെ നസ്ഫഅൻ എന്നല്ല, ലെ നസ്ഫഅം, ലെ നസ്ഫഅം ബി, സാവകാശം മീമിലേക്ക് പോവുക. ബിന്നാസിയ, നൂനിൻ്റെ ശബ്ദം മണിക്കുക. നാസിയത്തി എന്നാണ് അവിടെ പാരായണം നിർത്തുമ്പോൾ ആ താഇനെ, അവസാനത്തെ താഇനെ സുക്കൂനുള്ള ഹ ആണെന്ന് വിചാരിച്ച് നിർത്തുക. അപ്പോൾ നാസിയ, നാസിയ. അടുത്ത ആയത്തിൽ നാസിയത്തിൻ, അവിടെ തൻവീന് വന്നു, ശേഷം കാഫാണ്, കാഫിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ നാസിയത്തിൻ കാസിബത്തിൻ. കാസിബത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലും തൻവീനാണ്, പക്ഷേ അതിന് ശേഷം ഹ ആണ്. ഹാഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇൽഹാറാണ് നിയമം, വെളിവാക്കി പറയണം. അപ്പോൾ അവിടെ കാസിബത്തിൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. കാസിബത്തിൻ ഹാത്തി അ. അതിൻ്റെ അവസാനത്തിൽ അവിടെ പാരായണം നിർത്തുമ്പോൾ ആ താഇനെ സുക്കൂനുള്ള ഹ ആക്കിയിട്ട് നിർത്തുക, ഹാത്തി അ. ഫൽ യദു, ദാലിന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. അപ്പോൾ ദ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഫൽ യദു നാദിയ, നാദിയഹു എന്നാണ് അവിടെ ശരിക്ക്. അവിടെ പാരായണം നിർത്തുമ്പോൾ ആ ഹാഇന് സുക്കൂനിട്ട് നിർത്തുക, നാദിയ എന്നുള്ള രൂപത്തിൽ. സനദോ, അവിടെ ദാലിന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. സനദോ സബാനിയ, അതിൻ്റെ അവസാനത്തിൽ അവിടെ പാരായണം നിർത്തുമ്പോൾ ആ താഇനെ സുക്കൂനുള്ള ഹ ആക്കിയിട്ട് നിർത്തുക, സബാനിയ എന്നുള്ള രൂപത്തിൽ. കെലാല തുത്യാഹു, അവിടെ ഹ ഉലമീർ വന്നു. അതിന് തൊട്ട് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയാൽ മുമ്പ് ഹർക്കത്തില്ല, സുക്കൂനാണ്, അയനിന് സുക്കൂനാണ്, അതിനെ ഹർക്കത്തായിട്ട് പരിഗണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തും ഹർക്കത്ത് ഉണ്ടെങ്കിലേ ആ ഹ ഉലമീറിനെ നീട്ടാൻ പാടുള്ളൂ. ഇവിടെ ഒരു ഭാഗത്ത് സുക്കൂനായതുകൊണ്ട് തുത്യാഹു എന്നേ പറയുള്ളൂ, തുത്യാഹു എന്ന് പറയില്ല, ഹു എന്നേ പറയുള്ളൂ. വസ്ജുദ്, അവിടെ ദാലിന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. വഖ്തരിബ്, അവിടെ ഖാഫിന് സുക്കൂനുണ്ട്, ബാഇന് സുക്കൂനുണ്ട്, രണ്ടും കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, അപ്പോൾ അതിനെ എടുത്ത് പറയണം. അപ്പോൾ ഈ സൂറത്തിൽ ശരിക്ക് ഈ കൽക്കലത്തിൻ്റെ 5 അക്ഷരങ്ങളും വന്നിട്ടുണ്ട് അല്ലേ. റുജ എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ ജീമിന് സുക്കൂന് വന്നു. ഇപ്പോൾ ഇവിടെ തന്നെ ദാലിന് സുക്കൂന് വന്നു, ബാഇന് സുക്കൂന് വന്നു, ഖാഫിന് സുക്കൂന് വന്നു. അതുപോലെ ലെ യത്തുക എന്ന് പറഞ്ഞ സമയത്ത് അവിടെ താഇന് സുക്കൂന് വന്നു. അപ്പോൾ എല്ലാ അക്ഷരങ്ങളും, ആ കുത്തുബ് ജദ് എന്ന് പറയുന്ന എല്ലാ അക്ഷരങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി 16-ാമത്തെ ആയത്ത് 17-ാമത്തെ ആയത്തിലേക്ക് ചേർത്തി ഓതുകയാണെങ്കിൽ ഹാത്തി അത്യാഫ, അവിടെ ഫാഇൻ്റെ മുമ്പ് തെൻവീന് വന്നു എന്നുള്ള നിയമപ്രകാരം ഇഖ്ഫാ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവ്യക്തമാക്കി മണിക്കണം, ഹാത്തി അത്യാഫ എന്ന രൂപത്തിൽ. അതേപോലെ നാദിയഹു എന്നുള്ള ആ 17-ാമത്തെ ആയത്ത് 18-ാമത്തിലേക്ക് ചേർത്തി ഓതുകയാണെങ്കിൽ നാദിയഹു, അവസാനത്തിൽ ഹ ഉലമീറാണ്. ആ ഹ ഉലമീറിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. നാദിയഹു സനദു, ആ രൂപത്തിലാണ് ചേർത്തി ഓതുക. സബാനിയത്ത കല്ല, അവിടെ പിന്നെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല, അങ്ങനെ എഴുതിയ പോലെ പാരായണം ചെയ്ത് പോയാൽ മതി. ലാ തുത്യാഹു വസ്ജുദ് വഖ്തരിബ്.
വഖ്തരിബ് എന്നുള്ള ആ ഒരു ഭാഗം നിർത്താതെ അടുത്ത സൂറത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വഖ്തരിബിസ്മി എന്ന രൂപത്തിൽ 2 ബാ വരും. വഖ്തരിബ് എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള ബാ ആണ്. പിന്നെ അടുത്ത ആയത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹി. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ ചേർത്ത് വഖ്തരിബിസ്മില്ലാഹി എന്നുള്ള രൂപത്തിലാണ് പാരായണം ചെയ്തു പോവുക. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാസിബത്തിൻ ഖാതിഅ ഫൽയദ്ഉ നാദിയ സനദ്ഉ الزبانിയ കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. ഗ്രാമർ നോക്കുകയാണെങ്കിൽ കല്ലാ ലഇൻ ലം യൻതഹി, ലം യൻതഹി, ഇൻതഹ എന്നുള്ളതിൻ്റെ മുളാരിയാണ് യൻതഹി. യൻതഹി എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഒരു ഉച്ചരിക്കാത്ത യാ ഉണ്ട്. ഒരു മുളാരിയായിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ ലം വരുമ്പോൾ ആ മുളാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടുമെന്നാണ് പറയുക. സാധാരണ സുക്കൂന് കൊണ്ടൊക്കെയാണ് സൂചിപ്പിക്കുക, പക്ഷേ എപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെ യൻതഹി എന്നുള്ള മുളാരിയായിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ ലം വരുമ്പോൾ എങ്ങനെയാണ് ജസ്മ് കൊടുക്കുക? അതിൻ്റെ അവസാനത്തെ ആ യാഇനെ കളയുക. ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ അതിനെ കളയുക എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് യൻതഹി എന്നുള്ളതിൻ്റെ അവസാനത്തെ യാ പോയി യൻതഹി എന്നായി. ആ ലം വന്നതുകൊണ്ടാണ് അങ്ങനെ ആയത്. ലനസ്ഫഅൻ എങ്ങനെ വന്നു നമ്മൾ പറഞ്ഞു. അവിടെ ശരിക്ക് അവസാനത്തിൽ ഒരു ഷദ്ദുള്ള നൂന് ചേർക്കുന്ന സന്ദർഭമുണ്ട്, അല്ലെങ്കിൽ സുക്കൂനുള്ള നൂന് ചേർക്കാം, അല്ലെങ്കിൽ തൻവീനുള്ള രൂപത്തിൽ നൂനെ ചേർക്കാം. തൗക്കീദിന് വേണ്ടിയിട്ട് ആ 3 രൂപങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സുക്കൂനുള്ള നൂന് ലനസ്ഫഅൻ എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള നൂനെ ചേർത്തു തൗക്കീദിന് വേണ്ടിയിട്ട്. ആ സുക്കൂനുള്ള നൂനെ തൻവീൻ്റെ രൂപത്തിലും എഴുതാം. അങ്ങനെ വേണമെങ്കിലും അതിനെ വിശദീകരിക്കാം. ബിൻ നാസിയത്തി, ബി എന്നുള്ളത് ഹർഫ് ജറാണ്. ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ടാണ് ബിൻ നാസിയത്തി അവസാനത്തിൽ കസറുള്ള രൂപത്തിൽ എഴുതിയത്, ആ ബി വന്നതുകൊണ്ടാണ്. ഇനി നാസിയത്തിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് കാസിബത്തും ഖാത്തിയത്തും. ഒരു പദത്തെ മറ്റു പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടണം. അപ്പോൾ നാസിയത്തിൻ അതുപോലെ തന്നെയാണ് കാസിബത്തിൻ എന്നെഴുതിയത്, അതേപോലെ ഖാത്തിയത്തിൻ. അപ്പോൾ ഈ നാസിയത്തിനെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് കാസിബത്ത്, അതേപോലെ നാസിയത്തിനെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പദമാണ് ഖാത്തിയത്ത്. രണ്ടും നാസിയത്തിനെ വിശേഷിപ്പിക്കുന്ന പദമാണ്. അതുകൊണ്ട് കാസിബത്തും ഖാത്തിയത്തും രണ്ടും എഴുതിയത് ആ നാസിയത്ത് എഴുതിയ അതേപോലെ തന്നെയാണ് എഴുതിയിട്ടുണ്ടാവുക, ഒരേ രൂപഘടന ഉണ്ടാവുക. മാത്രമല്ല നാസിയത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട് കാസിബത്തും ഖാത്തിയത്തും രണ്ടും സ്ത്രീലിംഗ രൂപത്തിൽ ഉപയോഗിക്കുകയും ചെയ്തു. ഫൽ യദോ, അതെങ്ങനെ വന്നതാ? ശരിക്കും അവിടെ ദആ യദോ, യദോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിലൊരു വാവുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതും ഉച്ചരിക്കാത്തൊരു അക്ഷരമാണ്, ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. അങ്ങനെയുള്ള പദങ്ങളുടെ മുമ്പിൽ ലീ വന്നു കഴിഞ്ഞാൽ, ലീ വന്നാൽ ശരിക്കും ഒരു മുളാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും. അപ്പോൾ ഇവിടെ ലി യദോ എന്നുള്ള രൂപത്തിലാണ് എഴുതുക. അവസാനത്തെ വാവിനെ കളഞ്ഞിട്ടാണ് അവിടെ ജസ്മ് കൊടുക്കുക. ആ വാവിനെ കളയാനുള്ള കാരണം ജസ്മ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലീ വരുമ്പോൾ ജസ്മ് കൊടുക്കണം. അപ്പോൾ അവസാനത്തെ വാവിനെ കളഞ്ഞു, അപ്പോൾ എന്തായി? യദോ എന്നായി. ലി യദോ. ആ ലീയുടെ മുമ്പിൽ ഫ എന്നോ വാ എന്നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ലീ എന്നുള്ളതിന് എൽ എന്നുള്ളൊരു ഉച്ചാരണം കിട്ടും. അപ്പോൾ ഫ ലീ എന്ന് പറയില്ല, ഫൽ യദോ. ഫ ലി യദോ എന്നല്ല പറയാം, ഫൽ യദോ അല്ലെങ്കിൽ വൽ യദോ, ആ രൂപത്തിലൊക്കെയാണ് അവിടെ വരിക. സനദോ സബാനിയ, അവിടെ നദോ, അവിടെയും ഉച്ചരിക്കാത്ത ആ ഒരു വാവുണ്ട്. അതിനെ എഴുതിയാലും പിന്നീട് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആ നദോ എന്ന് നീട്ടി പറയില്ല, കാരണം അതിനുശേഷം ഹംസത്തു വസ്ലാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് നദോ സബാനിയ എന്നേ പറയുള്ളൂ അവിടെ വാവ് എഴുതിയാലും. അപ്പോൾ അതുകൊണ്ട് ആ വാവിനെ അവിടെ ഒഴിവാക്കിയതാണ്. ആ വാവിനെ ഒഴിവാക്കിയിട്ട് സനദോ സബാനിയ എന്നുള്ള രൂപത്തിൽ എഴുതി. കെല്ലാ ലാ തുത്യോഹു, ലാ തുത്യോൾ, താങ്കൾ അനുസരിക്കരുത്. അത് ഒരു കൽപ്പനക്രിയയാണ്. എങ്ങനെ ഒന്നാണത്? ശരിക്ക് അതാ എന്നുള്ള മാലിയുടെ മുളാരി രൂപം യുത്തീയോ തുത്തീയോ എന്നൊക്കെയാണ്. ഈ തുത്തീയോ എന്നുള്ളതിൻ്റെ മുമ്പിൽ ലാ വരുമ്പോൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതിന് ആ തുത്തീയോ എന്നുള്ളതിന് ജസ്മ് കൊടുക്കും. അപ്പോൾ തുത്തീയോ എന്നാവും. അവസാനത്തെ അയിന് സുക്കൂനിടും. അങ്ങനെ അയിന് സുക്കൂനിട്ടാൽ ആ സുക്കൂനുള്ള അയിനിൻ്റെ തൊട്ട് മുമ്പ് ഒരു നീട്ടലല്ലേ, തുത്തീയോ എന്ന് പറയുമ്പോൾ ഒരു നീട്ടൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ അതും സുക്കൂനുള്ള അക്ഷരമായിട്ടാണ് പരിഗണിക്കുക. ആ നീട്ടലിനെയും സുക്കൂനുള്ള അക്ഷരമായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ 2 സുക്കൂനുകൾ അടുത്തടുത്ത് വന്നു. അവസാനത്തെ അയിനിന് സുക്കൂന്, തൊട്ട് മുമ്പ് ഒരു നീട്ടലായതുകൊണ്ട് അതും സുക്കൂന്. അങ്ങനെ ആവുമ്പോൾ ആ നീട്ടൽ നഷ്ടപ്പെടും. തുത്തിയ എന്നല്ല പറയുക, തുത്യ എന്നാണ് പറയുക. അതുകൊണ്ടാണ് ലാ തുത്യ എന്ന് വന്നത്. ലാ തുത്യ, താങ്കൾ അനുസരിക്കരുത്. വസ്ജുദ്, അവിടെ ഉസ്ജുദ് എന്നാണ് പദം. അതിന് മുമ്പിൽ വാവ് വന്നപ്പോൾ വ ഉസ്ജുദ് എന്നല്ല പറയുക, വസ്ജുദ്. പക്ഷേ ഇങ്ങനെയുള്ള പദങ്ങൾ വരുമ്പോൾ, കൽപ്പനക്രിയക്ക് വരുമ്പോൾ അവിടെ ഉസ്ജുദ് എന്നാണോ ഇസ്ജുദ് എന്നാണോ എന്നെങ്ങനെ മനസ്സിലാക്കുക? ഈ സൂറത്തിൻ്റെ തന്നെ തുടക്കത്തിൽ യഖ്റ എന്ന് വന്നു. അപ്പോൾ ഖറ യഖ്റ, അത് യഖ്റ എന്നായി. ഇവിടെ സജദ യസ്ജുദു ഉസ്ജുദ് എന്നാണായത്. എങ്ങനെയാണ് നോക്കുക? നമ്മൾ മുളാരിയായിട്ടുള്ള ക്രിയനെടുക്കുക. സജദ യസ്ജുദു, അതാണല്ലോ മുളാരി. യസ്ജുദു, ഈ യസ്ജുദു എന്നുള്ളതിൻ്റെ തുടക്കത്തിലെ യാഇനെ കളയുക. അവിടെ ഹംസത്ത് വസ്ൽ വെക്കുക. ഹംസത്ത് വസ്ൽ വെച്ചതിന് ശേഷം ആ ഹംസത്ത് വസ്ൽ മുതൽ എണ്ണുക. 3ാമത്തെ അക്ഷരത്തിന് എന്താണ് ഹർക്കത്ത് നോക്കുക.
അവിടെ ഹംസത്ത് വസ്ൽ കഴിഞ്ഞാൽ പിന്നെ സീനാണ്. ഉസ്ജുദ് എന്ന് പറയുമ്പോൾ സീന് പിന്നെ ജീം. ജീമാണ് മൂന്നാമത്തെ അക്ഷരം. ആ മൂന്നാമത്തെ അക്ഷരത്തിന് ജീമിന് എന്താണ് ഹർക്കത്ത്? ലമ്മല്ലേ. അതുകൊണ്ട് ഒന്നാമത്തെ ആ ഒരു ഹംസത്ത് വസ്ലിന് ലമ്മ് കൊടുക്കുക, ഉസ്ജുദ് എന്നാവുക. എന്നാൽ ആ മൂന്നാമത്തെ അക്ഷരത്തിന് ഫത്ഹോ കെസ്റോ ആണെങ്കിൽ തുടക്കത്തിലുള്ള ഹംസത്ത് വസ്ലിന് കെസ്റായിരിക്കും വരിക. ഇപ്പോൾ ഖറ യഖ്റഉ എന്നാവുമ്പോൾ തുടക്കത്തിലുള്ള യാ മാറ്റി അവിടെ ഹംസത്ത് വസ്ൽ വെക്കുക. എന്നിട്ട് മൂന്നാമത്തെ അക്ഷരത്തിലേക്ക് എണ്ണി നോക്കൂ. അങ്ങനെ യഖ്റഉ എന്നുള്ളതിൻ്റെ മുമ്പിൽ ഹംസത്ത് വസ്ൽ വന്നതിന് ശേഷം മൂന്നാമത്തെ അക്ഷരം റാഇന് ഫത്ഹാണ്. അപ്പം മൂന്നാമത്തെ അക്ഷരത്തിന് ഫത്ഹ ആയതുകൊണ്ട് തുടക്കത്തിൽ കെസ്ർ വരും. ഇനി മൂന്നാമത്തെ അക്ഷരത്തിന് കെസ്ർ ആണെങ്കിലും തുടക്കത്തിൽ ഹംസത്ത് വസ്ലിന് കെസ്റ വരിക. ഉദാഹരണത്തിന് ജലസ, യജ്ലിസു. ആ യജ്ലിസു എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള യാ മാറ്റി അവിടെ ഹംസത്ത് വസ്ൽ വെക്കുക. എന്നിട്ട് മൂന്നാമത്തെ അക്ഷരം നോക്കൂ. മൂന്നാമത്തെ അക്ഷരം ലാമിന് കെസ്റല്ലേ. കെസ്റാവുമ്പോഴും തുടക്കത്തിലുള്ള ഹംസത്ത് വസ്ലിന് കെസ്റാണ്. അപ്പോൾ ഇജ്ലിസ് എന്നാണ് വരിക. അപ്പോൾ മൂന്നാമത്തെ അക്ഷരത്തിന് ഫത്ഹ ആണെങ്കിലും കെസ്റാണെങ്കിലും തുടക്കത്തിലുള്ള ഹംസത്ത് വസ്ലിന് കെസ്ർ, മൂന്നാമത്തെ അക്ഷരത്തിന് ലമ്മാണെങ്കിൽ തുടക്കത്തിലുള്ള ഹംസത്ത് വസ്ലിന് ലമ്മ്. ആ രൂപത്തിലാണ് അതിനെ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.